Hello friends, welcome back to our channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുനാഫയാണ്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഇത് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. അതും ഓവൻ ഇല്ലാതെയാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കുനാഫയുടെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. കുനാഫ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലെ ഡോ ആണ്. ഇതിങ്ങനെ സൂപ്പർമാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. ഫ്രീസർ സെക്ഷനിലാണ് ഇത് ഇരിക്കുന്നത്. ഇത് നമ്മൾ മേടിച്ചിട്ട് നമ്മളിത് ഫ്രീസറിൽ മാത്രമേ വെക്കാവുള്ളൂ. ഉപയോഗിക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം എടുത്ത് വെളിയിൽ വെച്ച് അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറ്റണം. അത് ഞാനിങ്ങനെ ഒന്ന് തണുപ്പ് മാറ്റിയെടുത്തതാണിത്. ഇതിപ്പോൾ 500 ഗ്രാം ഉണ്ട്. ഇത് മുഴുവനൊന്നും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇതിൽ നിന്ന് കുറച്ച് മാത്രമേ ഉള്ളൂ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു മൂന്നിലൊരു ഭാഗം കുനാഫ ഡോ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ കുനാഫ ഡോ നമുക്ക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ചോപ്പറിലിട്ടാണ് അത് ചോപ്പ് ചെയ്തെടുക്കുന്നത്. അതിന് പകരം വേണമെങ്കിൽ സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്താലും മതി. പിന്നെ ഇതിൽ ചേർക്കാൻ വേണ്ടി ഞാനൊരു 4 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കുനാഫ ഡോയിലോട്ട് ഈ മെൽറ്റഡ് ബട്ടർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തെടുക്കണം. നമുക്ക് ഓവനിൽ വെച്ച് ഈ കുനാഫ ബേക്ക് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ചാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ ഈ പാത്രത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലോട്ട് ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് തടവിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു 2 തുള്ളി ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു നല്ല ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഈ ബട്ടറും ആ ഫുഡ് കളറും നന്നായിട്ടൊരു ബ്രഷ് ഉപയോഗിച്ച് നമുക്കൊന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആ ബട്ടർ പുരട്ടി വെച്ചിരിക്കുന്ന ഡോ ഒന്ന് നിരത്തി കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തിക്ക് ക്രീമാണ്. ഇതൊരു ചെറിയ പാക്കറ്റ് തിക്ക് ക്രീമാണ്. ഇതൊരു 125 ml മാത്രമേ ഉള്ളൂ. ഇതിനി നമുക്ക് പൊട്ടിച്ചിട്ട് ഈ ഡോയുടെ മുകളിലോട്ട് നിരത്തി കൊടുക്കാം. ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് മൊസറല്ല ചീസ് നിരത്തി കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ചീസ് ആയിട്ടുള്ള കുനാഫയാണ് ഇഷ്ടം അത്രത്തോളം ചീസ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 200 ഗ്രാമിൻ്റെ പാക്കറ്റ് മൊസറല്ല ചീസാണ് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ബാക്കി ഇരിക്കുന്ന കുനാഫ ഡോയും കൂടെ നിരത്തി കൊടുക്കാം. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ പാത്രം അടച്ചിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റ് നേരിട്ട് ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഞാനിത് ഇങ്ങനെ ഒരു പാനിൻ്റെ മുകളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അന്നേരത്തേക്ക് നമുക്ക് അടിഭാഗമൊക്കെ കരിയാതെ കിട്ടും. ഇത് റെഡിയാവുന്ന സമയത്ത് നമുക്ക് കുനാഫയ്ക്ക് വേണ്ടിയുള്ള പഞ്ചസാര സിറപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഈ പാത്രത്തിലൂടെ ഞാനൊരു 3/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലോട്ടൊരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പഞ്ചസാര സിറപ്പിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി ഞാൻ അതിലോട്ടൊരു 2 ഏലക്ക ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 തുള്ളി റോസ് എസൻസിന് പകരം റോസ് വാട്ടർ ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അല്പം കട്ടിയുള്ള ഒരു സിറപ്പാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു നൂൽ പരുവ് വേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം സിറപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരല്പം നാരങ്ങാനീരും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട്. ഞാനത് ഒരു പാത്രത്തിലേക്കൊന്ന് മറിച്ചിടുവാണ്. ഒരു 20 മിനിറ്റ് സമയമാണ് എനിക്കിവിടെ ഈ കുനാഫ റെഡിയാകാൻ വേണ്ടി എടുത്തത്. ഇനി നമുക്ക് ഒരല്പം പിസ്ത പൊടിച്ചത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി അതുപോലെ ചീസി ആയിട്ടുള്ള കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്കിനി പഞ്ചസാര സിറപ്പ് ഒഴിച്ച് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ കുനാഫയ്ക്ക് ആ ടേസ്റ്റ് കാണത്തുള്ളൂ. തണുത്ത് പോയാൽ അതിനൊരു ടേസ്റ്റ് കാണില്ല. പഞ്ചസാര സിറപ്പ് അതുപോലെ തന്നെ ചെറിയ ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കണം. കുനാഫ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അധികം തിക്നെസ്സിൽ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. തിക്നെസ് കൂട്ടുമ്പോഴത്തേക്ക് അത് ബേക്കായി കിട്ടാൻ കുറച്ചും കൂടെ സമയമെടുക്കും.
കനം കുറച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലോട്ട് പഞ്ചസാര സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കുനാഫയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടേസ്റ്റ് ടു ഗെയിൻസ്. താങ്ക് യു.